വേണ്ട പ്ലീസ്. ആ അവൻ ചെയ്യില്ല പ്ലീസ്. വേണ്ട പ്ലീസ്. അവളെ ഞാൻ എന്റെ കയ്യിലേൽപ്പിക്കാം. പൊന്നു പോലെ നോക്കിക്കൂടെടാ. വേണ്ട വേണ്ട. ഇത്തേണ്ടി ഇത് മര്യാദക്ക് ഉറങ്ങാൻ സമയത്തില്ല. എന്താടാ തല മോയിലെ എന്താ നിന്റെ പ്രോബ്ലം? ചത്ത് ഞാനും ചത്ത് അവനും ചത്ത്. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടോ. ആട്ടെ സ്വപ്നത്തിൽ എന്താ കണ്ടേ? ഓ ഫൈറ്റ് തുടങ്ങിയപ്പോ നീ ഇന്നും ലേറ്റ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ സ്വപ്നത്തില് അവന്റെ പെങ്ങളെ എന്നെ ഏൽപ്പിച്ചടോ, അവൻ ചാവുന്നതിന് മുന്നേ. എന്ത് നടക്കാത്ത മനോഹരമായ സ്വപ്നം. എന്ത് സാധനടാ നീ ഇന്നലെ രാത്രി എനിക്ക് ഒഴിച്ചെന്നു. എന്റെ തല വെറുക്കുന്നു. ഡാ ചേട്ടൻ, നിന്റെ പെങ്ങളുടെ പുറകെ എത്ര കാലായിടാ ഞാൻ നടക്കുന്നു. നീ എസ് പറയാതെ അവൾ എസ് പറയത്തില്ലടാ. ഒന്നിലും ഞാൻ ഡോക്ടറല്ലേ, എനിക്ക് എന്തൊരു കുറവുണ്ട്. അതെ മൃഗ ഡോക്ടർ. ഡാ ചേട്ടൻ, മൃഗ ഡോക്ടർ എന്താ ഡോക്ടറല്ലേ? നീ ഒരു കാര്യം ഓർത്തേക്കണം. നിന്റെ ബാച്ചിലർ പാർട്ടി ആഘോഷിക്കാൻ വന്നാന്നൊന്നും ഞാൻ നോക്കത്തില്ല. കല്യാണം മുടക്കും ഞാൻ. അയ്യോ അങ്ങനെയൊന്നും പറയല്ലടാ. എനിക്കും എന്റെ യൂഞ്ചിങ്ങൾക്കും ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാല്ലതാ. അവളുടെ കയ്യിൽ നിന്ന് ഒരു കിസ് കിട്ടിയാൽ മതിയായിരുന്നു. ഓ ഇനി ഈ തന്റെ എസ് പറഞ്ഞാലും അവളെ എസ് പറയുന്ന എനിക്ക് തോന്നില്ല. അവൾ ഇന്നലെ പറയാണേ ഞാൻ മൃഗങ്ങളെ ചികിത്സിച്ച് ഇനി എന്നെ കാണാൻ ഒരു മൊയലിനെ പോലെ ഉണ്ടെന്ന്. എത്ര മേക്കപ്പ് ഇട്ടിട്ടും പുട്ടി അടിച്ചിട്ടും അതങ്ങ് പോകുന്നില്ലടാ. എന്റെ വായിന്ന് നീ ഒരു എസ് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എടാ എന്റെ അനിയനായി ഈ തണ്ടി ഒരുത്തി വളച്ചതാ കല്യാണം അടുത്ത ആഴ്ച വന്നേക്കുന്നു. അവന്റെ ഏട്ടനായി എനിക്കിതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല. അത് എന്റെ തെറ്റാണോ? ഇത്ര കാലം ഒരു പെൺകുട്ടിയുടെ ഒരു അട്രാക്ഷൻ തോന്നാത്തത് എന്റെ തെറ്റാണോ? നീ നാട്ടിലേക്കും വരത്തില്ല, പെണ്ണുങ്ങളെയും നോക്കത്തില്ല, എന്നിട്ട് കമ്പനി സിഇഒ ആണെന്ന് പറഞ്ഞ് ജാടയിട്ട് നടന്നിട്ട് നിനക്ക് എന്ത് കിട്ടാൻ എന്റെ ചെയ്തു? അങ്ങനെ നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണ്ട മോനെ. എന്റെ മൂച്ചീനി എനിക്ക് വയ്യേനി. എടാ മോനെ, അവൻ നിന്നോട് എസ് പറയാത്ത എന്താ നിനക്കറിയോ? നീയും കൂടി കമ്മിറ്റഡ് ആയാലും ഞാൻ അവന് സ്വൈര്യം കൊടുക്കത്തില്ല എന്ന് അവന് നന്നായിട്ട് അറിയാം. നിനക്കറിയോ, മൂത്ത മകൻ നിർത്തി ഇളവന്റെ കല്യാണം ഉണ്ടാക്കേണ്ട എന്റെ ഒരു അവസ്ഥ. ഈ പോത്തിന് 27 വയസ്സായി, ഇതുവരെ ഒരു പെണ്ണിനോടും ഒരു ഫീലിങ്സ് തോന്നില്ല എന്ന് കേട്ടപ്പോ എന്നോട് ആ ശീലാമ്മ പറയണേ ഇവൻ മറ്റേതാണെന്ന്. എടാ അഭി, ഷീലാമ്മയെ അങ്ങ് തീർത്താലോ? അരുതബു അരുത്. ഷീലാമ്മയും കുറ്റം പറയാൻ പറ്റത്തില്ല, ആർക്കായാലും തോന്നിപ്പോകും. ഷീലാമ്മ പറഞ്ഞ പോലെ ഞാൻ നിന്നെ വെട്ടിക്കൊല്ലും. നിന്റെ കൊച്ചുങ്ങളെ കണ്ടിട്ട് വേണടാ എനിക്കൊന്ന് നന്നായിട്ട് ഉറങ്ങാൻ. ഡോൺ വറി ചീനി, അത് ഞാനില്ലേ ഇവിടെ. നിനക്ക് വീട്ടിൽ പോകാനായില്ലേ? എന്തായാലും ഞാൻ ഇവിടെ വരെ വന്നതല്ലേ ചീനി, അവളെ ഒന്ന് കണ്ടേച്ചും പോകാം. ഇതേ ജീനി, ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാനൊരു കുടുംബക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയുടെ കഴുത്തിലും താലി കെട്ടില്ല. എനിക്ക് എൻ്റെ പെണ്ണിനെ കണ്ടാൽ എൻ്റെ തലയിലൂടെ ഇങ്ങനെ ട്രെയിൻ ഓടണം. ആ ട്രെയിനിൽ എസ്കെയും കൂട്ടിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കണം. ചക ചെയ്യ അന്ത ഫീലിങ്സ് ഇരിക്കണം, അല്ലാതെ ഞാൻ കെട്ടത്തില്ല. എന്തായാലും നമ്മൾ നാട്ടിലേക്ക് പോയില്ലേ, ഇനി അവിടെ വെച്ച് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ട് നിന്റെ തലയിലൂടെ എസ്കെയും കൂട്ടരും ട്രെയിനിൽ ഓടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണ കേട്ടോ മോനെ. അല്ലാതെ ഒരു ആണിനെ ഇഷ്ടമാണെന്നൊന്നും എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വന്നേക്കല്ലടാ മുത്തേ. അങ്ങനെ യൂഞ്ചി എന്റെ ഭാര്യയാവുന്നു. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്റെ സരസുവിനെ കെട്ടാൻ. ഹൈഷ്, അമ്മയുടെ നാട്ടിലേക്കൊക്കെ ഞാൻ വരാം, പക്ഷെ മുറപ്പെണ്ടെന്നൊന്നും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കത്ത്. ഞാൻ ആരെയും കെട്ടത്തില്ല എന്റെ ഫീലിങ്സ് വരാതെ. ഇവന്റെ തലയിലാക്കിയ പോലെ എന്റെ തലയിലാക്കാനാണ് അമ്മയുടെ പ്ലാനെങ്കിൽ ഞാൻ പിന്നെ ഇന്ത്യയിലേക്കേ വരില്ല. ആദ്യമേ പറഞ്ഞേക്കാം, ഞാൻ എന്റെ ഫീലിങ്സ് വരാതെ ആരെയും കെട്ടത്തില്ല. നീ ഒന്ന് പോയി എവിടുന്ന്? അവളെ കഷ്ടപ്പെട്ട് വളച്ചെടുത്തതല്ല, എന്റെ തലയിൽ ആരും ആക്കിയതല്ല. ഞാൻ കഷ്ടപ്പെട്ട് വളച്ചെടുത്തപ്പോഴാണ് അറിഞ്ഞത് അത് അമ്മയുടെ കുടുംബത്തിൽ നിന്നാണ്. അമ്മയെ ഇതുവരെ വീട്ടിൽ കയറ്റാത്തത് നമ്മുടെ പ്രോബ്ലമാണോ? നിങ്ങൾ അച്ഛൻ സ്നേഹിച്ചതിന് എനിക്ക് കിട്ടിയതാ 17 വർഷത്തെ ഗൃഹപ്രവേശന നിരോധനം. ജീനി, സാഡ്നസ് നിനക്ക് ചേരത്തില്ല, നിർത്തിയേക്ക്. എങ്കിൽ ഇന്നത്തേക്ക് ഇത്ര സാഡ്നസ് മതി. പിള്ളേരെ, നിങ്ങൾക്ക് എവിടെ ഒന്ന് ക്ലീൻ ആക്കിക്കേ. നിന്റെ യൂജിയും അവളുടെ ചേച്ചി വരുന്നുണ്ടെന്ന് അച്ഛൻ വിളിച്ചിരുന്നു. ഇവിടെ എന്താ ഫോട്ടോഷൂട്ടിന് വന്നതായിരുന്നു. ഇവിടൊക്കെ ഒന്ന് വേഗം ക്ലീൻ ആക്കണോ? ഞാൻ ഇവിടെ എന്ത് വാ പൊളിച്ച് നോക്കുക മനുഷ്യ. നിങ്ങളോട് ആ മീൻ വറക്കാൻ പറഞ്ഞിട്ട് പുറത്തോ? ജീനി, അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു. ഇങ്ങനെ ക്യൂട്ട്നെസ് കണ്ട് ഇങ്ങനെ ഞാൻ ചീത്ത പറയും. ഓ, നിന്റെ യൂജി വരുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ഫ്രഷ് ആയി വരാം. എന്റെ അനിയത്തി ആദ്യമായിട്ട് കാണാൻ പോവല്ലേ. ട്രെയിനിങ് എന്റെ തലയുടെ എന്നോടോ എന്തോ. എന്നാ ജീനി, ഞാനങ്ങോട്ട് എന്റെ സരസുവിനെ കാണാൻ. നിനക്ക് ഇനിയും അവളുടെ നോ കേട്ട് മതിയായില്ലേ? ഇല്ല എന്റെ ജീനി.
കുത്തടി പുടവ കുത്തടി കുഞ്ഞി കുഞ്ഞി സരസു പെണ്ണെ സരസുമാ സരസു. എന്നാ ക്യൂട്ടാ കാണാൻ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ ഇങ്ങനെ സരസുമ എന്ന് വിളിക്കരുതെന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വേലക്കാരി ഫീലിങ്സ് വരുന്നു. നിന്നെ ഞാൻ സരസ്വതി എന്ന് തന്നെ നീട്ടി വിളിക്കുക. നീ ആദ്യം എന്നെ കിട്ടുമോ എന്നുള്ള എന്റെ ചോദ്യത്തിന് എസ് പറ. പിന്നെ അവൻ എസ് പറഞ്ഞു എന്റെ മേലെ. അവൻ എസ് പറയാതെ ഞാൻ എങ്ങനെ പറയാ? ഇല്ല എന്റെ സരസു, അവൻ പറഞ്ഞില്ല. അവന് എന്നാ ഇനി എസ് പറയാ? എനിക്ക് വയ്യടി, എനിക്ക് നിന്നെ കെട്ടാൻ മുട്ടി നിൽക്കുക. ഇനി അവനൊരു പെണ്ണിനെ കാണണം. ആ പെണ്ണിനെ കാണുമ്പോ തന്നെ അവന്റെ ഫീലിങ്സ് എസ്കേ പോലെ ട്രെയിനിൽ കുറെ ആളും കൂടി ഡാൻസ് കളിക്കണം. ഓ എനിക്ക് വയ്യ. ഇനി പാറ എന്റെ സരസു, എസ് ഓർണോ? നിങ്ങൾക്ക് എന്റെ വായന നോക്കിയിട്ട് മതിയായില്ല എന്റെ മനുവേട്ട. എന്റെ ടിൻ ബ്രദറായ അവനെ പെണ്ണെ കിട്ടാതെ ഞാൻ ഒരിക്കലും കെട്ടത്തില്ല. അപ്പോൾ ചെല്ല് മനുവേട്ട, അതിപ്പോ നടക്കും. എന്നാ ഞാൻ പോവാ, ഒരു കിസ് തരൂ. അത് ഞാൻ നിന്നോട് എസ് പറഞ്ഞില്ലല്ലോ. നീ ഒന്ന് പോയി. എസ് പറഞ്ഞതിന് മുന്നേ എങ്ങനെയാ എസ് പറഞ്ഞാലോ? സരസുമ്മ, അവന് എസ് പറഞ്ഞതിന് ശേഷം വീട് നീ നോ പറഞ്ഞ ഞാൻ നിന്നെ കൊല്ലും, ഞാൻ ചാവും. വേറൊരു കുഴപ്പം നീ എനിക്ക് കണ്ടിട്ടില്ലല്ലോ. മുയലിന് പരിണാമം സംഭവിച്ച പോലുള്ള നിന്റെ മുഖം ഒരു വെല്ലുവിളിയാവോ എന്നും ഒരു ചോദ്യമാണ്. ഞാൻ ഫൗണ്ടേഷൻ ഇട്ടതാണല്ലോ, ഒന്നും കൂടി പോയി ഇട്ടേച്ച് വരാം. എന്റെ മനു ഇങ്ങ് വായോ. ഇതാ യൂജി അവളുടെ ചേച്ചി വന്നേക്കുന്നു. വാ സരസു, നമുക്ക് യൂജിയും അബിയുള്ള അടി കാണാൻ നല്ല രസമായിരിക്കും. കാണാൻ കിസ് എനിക്കൊന്നും വേണ്ട, നാളെ മതി. വായോ. അതിന് ഞാൻ എസ് പറഞ്ഞില്ല. നീ ഒന്ന് വന്നേ. ഹായ് യൂജി ചേച്ചി, എന്റെ നാത്തൂന്. നിങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ആ ശ്രുതി ചേച്ചി സുഖല്ലേ? ഓ എനിക്കങ്ങനെ പ്രത്യേകിച്ച് സുഖക്കേടൊന്നുമല്ല. നിങ്ങളുടെ ഭാവി വരുമ്പോൾ ഈ കുരിശ് എന്റെ കൂടെ ഉണ്ട് എന്നല്ലാതെ. ഞാനെൻ്റെ കെട്ടാൻ പോകുന്ന ചെക്കനെയും അവൻ്റെ കൂട്ടുകാരെയും അവൻ്റെ ഫാമിലിയെയും കാണാൻ വന്നതിനാണോ നീ എന്നെ കുരിശാക്കി കണക്കാക്കുന്നേ? ആണോ? ഇനി എൻ്റെ തലയിലേക്ക് കയറി. ഇനി ആ അരമണിക്കൂറോളം ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുന്നേ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ആ ടാക്സിക്കാരെ വെയിറ്റ് ചെയ്യും. പെട്ടെന്ന് വേണം. അവനെ കണ്ടിട്ട് വേഗം വാ. അയ്യോ, അപ്പൊ ശ്രുതി ചേച്ചി ലഞ്ചിന് ഉണ്ടാവില്ല. ഇന്ന് ഇവിടുന്ന് കഴിച്ചേച്ചി പോകാം ശ്രുതി ചേച്ചി. അതേ മോളെ, കൃഷ്ണേട്ടൻ്റെ സ്പെഷ്യൽ മീൻ വറുത്തതുണ്ട്. അത് സെർവ് ചെയ്തന്നെ നാണം കെടുത്തല്ല ജീനി. എടാ അബി, നിന്നെ കാണാൻ എന്താ യൂഞ്ചി വന്നേക്കുന്നു. ഇങ്ങ് വാ. യൂഞ്ചിമോക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലേ? ഓ, കാണാതിരിക്കാൻ പറ്റാത്തൊരു മുതല്. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? കല്യാണത്തിന്റെ അന്ന് ഓറഞ്ച് ഡ്രസ്സിന് എനിക്ക് ധരിക്കാൻ പറ്റുമോ ഇല്ലേ? അതെനിക്ക് ഇപ്പൊ അറിയണം. എന്താ ഞാൻ പോകുന്നതിന് മുന്നേ അറിയണം. പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഓറഞ്ചൊക്കെ ഒരു കളറാണോ? അത് കല്യാണത്തിന് ധരിക്കാൻ ഞാൻ ധരിക്കില്ലെന്ന് പറഞ്ഞാൽ ധരിക്കില്ല. നീ ഒട്ടും റൊമാൻറ്റിക് അല്ലേ വന്ന്. അതുപോലെ തന്നെ എനിക്ക് ഓറഞ്ച് പറ്റത്തില്ല. നീ എന്നെ വെച്ച് ചെയ്തോ? എനിക്കറിയാലോ എനിക്ക് ഓറഞ്ച് എത്ര പ്രധാനപ്പെട്ട കളറാണ്. നീ ധരിക്കുന്നോ ഇല്ലേ? ഞാൻ ഇത്രയും റൊമാൻറ്റിക് ആവുള്ളൂ. അതിന് പറ്റുമെങ്കിൽ നീ എന്നെ കെട്ടിയാൽ മതി. നീ ധരിക്കോ ഇല്ലേ? എനിക്ക് ഇപ്പൊ അറിയണം. ഓറഞ്ച് ധരിക്കാൻ എനിക്ക് സൗകര്യമില്ലടി പൂച്ചെ, കാട്ടു പൂച്ചെ. സരസു, നീ വേഗം ചെന്ന് അടുക്കളയിൽ പോയി കുറച്ച് ചിപ്സ് എടുത്തു വാ, നല്ല രസം കാണാൻ. നീ ഫൗണ്ടേഷൻ ഇട്ടുന്നുള്ളൂ. നിന്റെ മുയൽ ചായ മാറില്ലടാ എന്റെ മുയലെ. എനിക്ക് നീ കെട്ടാൻ വേറെ പെണ്ണിനെ നോക്കി. നീ യൂഞ്ചിയെ കിട്ടത്തില്ല. അത് പൊളിച്ച് യൂഞ്ചേച്ചി. യൂഞ്ചി, നീ സമയമില്ലാത്ത സമയത്ത് നീ ഇതിനാണ് എന്നെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവന്നേ കച്ചറുണ്ടാക്കാൻ. ഒരുത്തം കെട്ടിയപ്പോൾ തന്നെ തുടങ്ങിയോ എൻ്റെ തലവേദന. യൂഞ്ചി ഹബി അടങ്ങി നിന്നൊക്കെ ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൻ്റെ ചൂടറിയും നിങ്ങൾ രണ്ടുപേരും. അല്ല എന്റെ ജീനിയമ്മ, ഈ എതിർട്ടിനെ കുറിച്ച് കേട്ടിട്ടില്ല, കണ്ടില്ലല്ലോ. ഞാൻ ആള് വന്നില്ല ഇന്ത്യയിലേക്ക്. ഓ, ആ കുരിശ് ഇന്ത്യയിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. 24 മണിക്കൂർ ഉണ്ടാവും റൂമിൽ. ശ്രുതിക്ക് വേണമെങ്കിൽ ട്രെയിൻ മിസ്സാണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി കണ്ടോ, അല്ലാതെ വേറെ രക്ഷയില്ല. എന്നാ ഞാനൊന്ന് പരിചയപ്പെട്ടു വരാം. ഹായ് ഏതോട്ടാ. ഞാനൊന്നും കണ്ടില്ല. ഞാൻ ഈ വഴിക്കൂടെ പോന്നപ്പോ അയ്യേ നാണക്കേട്. ഇവിടുന്ന് ഓടുന്നത് നല്ലതാണ്. ഞാനൊന്നും കണ്ടില്ലല്ലോ. അയ്യോ, എല്ലാം കണ്ടു. നിക്കടി, ഇവിടെ ആരാ എന്റെ റൂമിലേക്ക് കയറുമ്പോ മാനസ് അറിയാത്തത് ആരാത്? അമ്മ ആരാ ഇവിടെ വന്നേ? അമ്മ ആരാടാ ഇപ്പൊ ഇവിടെ വന്നേ? നീ എന്നത്തിന് എത്ര ഹീറ്റ് ആവുന്നത്? അത് യൂഞ്ചി അവളുടെ ചേച്ചിയാണ്. ഓഹോ, അപ്പൊ ഞാനിവിടെ വന്നതാണോ പ്രശ്നം? യദുവേട്ടനെ എന്തായാലും എന്നെ കാണാൻ വരില്ല. ഞാൻ വരെ യദുവേട്ടനെ കാണാൻ വേണ്ടി വണ്ടി വിളിച്ച് വന്നതാണോ ഇപ്പത്തെ പ്രശ്നം? പറ. ആഹാ, ഇനി അവന്റെ തലയിലോട്ട് കയറിക്കോ. ഇങ്ങനെയുണ്ട് കൂടപ്പുറപ്പാളുണ്ട് എന്നറിഞ്ഞിട്ട് യദുവേട്ടന് എന്തെങ്കിലും ഒന്ന് നാട്ടിലേക്ക് വന്ന് ഞങ്ങളെ കാണാൻ തോന്നിയോ? ആക്ച്വലി യോഞ്ചി മോളെ, നീ ഇങ്ങനെ ടെറർ ആവാതെ. ഞാൻ എന്നെ വിളിച്ച് ഒരുപാട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ. അല്ല, 2 പേര് വന്നിട്ടെന്ന് പറഞ്ഞു. ആ രണ്ടാമത്തേതാരാ? അതെന്റെ ചേച്ചി. ആ ചേച്ചിയെ പരിചയമില്ലല്ലോ. ചേച്ചി ഇങ്ങ് വായോ. അയ്യേ, അയാളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? എന്നതായാലും പോയേക്കാം. ഹായ്.
ഹായ് അതേട്ടാ, നൈസ് ടു മീറ്റ് യു. നമ്മൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനാ മാതാമാമയുടെ മൂത്ത മോൾ ശ്രുതി. അപ്പൊ കല്യാണത്തിന് നിർബന്ധമായിട്ടും തലേന്നേ വന്നേക്കണം കേട്ടോ, മറന്നേക്കല്ലേ. ഇപ്പൊ ഇവിടെ നിൽക്കാൻ ടൈമില്ല, ഞങ്ങളുടെ ട്രെയിൻ മിസ്സാവും. ഓക്കെ, ഞങ്ങൾ വരാം, ബൈ. മാധവ് മാമന് ഇങ്ങനെ ഒരു മോളുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല കേട്ടോ ശ്രുതി. ഓക്കെ, നമുക്ക് കാണാം, ഞാൻ വരാം. ജിനി വരുന്നുണ്ടെങ്കിൽ വാ, ട്രെയിൻ മിസ്സാവും. ഞാൻ വരട്ടോ ജിനി അമ്മായി, എല്ലാരോടും ഞാൻ വരാം, ബൈ. സരസോ എന്തൊക്കെയോ എവിടേക്കോ ചീഞ്ഞു നടന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടോ? അത് എന്നെ അവൻ ഒരു ചാൻസ് ഇല്ല, കാരണം ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച കൂടി നല്ല പിയേഴ്സ് തോപ്പിട്ട് കുളിച്ചതാ. ഓ എന്റെ സരസു, ഞാൻ നിന്റെ നൂറ്റാണ്ടിലുള്ള ഒരു കുളിയെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ ഇവിടത്തെ കാര്യം പറയുന്നു. എനിക്കും എന്തൊക്കെയോ തോന്നി. അപ്പേട്ടാ, എനിക്കും തോന്നി, എന്തൊക്കെയോ തോന്നി. എന്തായാലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ പരിഹരിച്ചു തരാം. ഞാനിപ്പോ പോവാണേ, ബൈ. എന്റെ പ്രോബ്ലമേ നീയും നിന്റെ ഓറഞ്ചാ. അവൾ പോയിട്ട് ഇത് അരമണിക്കൂർ കഴിയാറായി. നീ നോട്ടം നിർത്തിയില്ലേ? ജിനീത ഇപ്പൊ പോയ ശ്രുതിയില്ലേ, അതാ ജീനിയുടെ മൂത്ത് വരുമ്പോൾ ഞാൻ അങ്ങ് ഉറപ്പിച്ചു. ശ്രുതി ചേച്ചിയോ അത് കലക്കി. അയ്യോ അത് പറ്റില്ല. എന്താ പറ്റാത്തെ? ഓ, നിന്റെ തലയിലൂടെ ട്രെയിന് പോകാൻ ഇത്തിരി ലേറ്റ് ആയല്ലോ മോനെ. ഇനി ആ ട്രെയിനിന് കൈ കാട്ടിയിട്ട് കാര്യം, അല്ലെങ്കിലും ട്രെയിനിന് കൈ കാട്ടിയിട്ട് കാര്യമില്ലല്ലോ, നിർത്തില്ലല്ലോ. തറവാട്ടിലെ നീ യൂജിയുടെ കല്യാണത്തിന്റെ ഒപ്പം ശ്രുതിയുടെ കല്യാണം, 2 കല്യാണം എന്നാ നടക്കാൻ പോകുന്നേ. അവള് വരാൻ പറഞ്ഞതേ അവളുടെ കല്യാണത്തിന്. എന്റെ മോനെ പോട്ടേതോ, നമുക്കിനി എത്ര ട്രെയിൻ വരാണ്ട്, നമുക്ക് കാത്തിരിക്കടാ. പറ്റത്തില്ല, എനിക്ക് അവളെ മതി. ചേട്ടാ, നമുക്ക് ചേച്ചി തട്ടിക്കൊണ്ടുവരാം. സരസു ഇങ്ങനെ മണ്ടത്തരം പറയാൻ വാ തുറക്കാതെ ഇത്തിരി ചിപ്സ് എടുത്തു തിന്നു. ഇതാ ഇത്ര കാലം ഞാൻ കാത്തിരുന്നത് ഇങ്ങനൊരു ഫീലിങ്സ് വരാൻ വേണ്ടിയാ. ഇപ്പൊ വന്നപ്പോ നിങ്ങൾക്ക് നടത്തി തരാൻ പറ്റില്ല അല്ലേ? ജീനി നേരത്തെ പറഞ്ഞില്ലേ ഷീലാം എന്തോ പറഞ്ഞു, അതിൽ വരെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇതുവരെ ഒരു പെണ്ണിലും ഇൻട്രസ്റ്റ് തോന്നാത്തതുകൊണ്ട്. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഐ വാണ്ട് ഹർ. അവളുടെ കല്യാണം ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞേക്കും. എന്റെ ചെറുപ്പം എടുത്ത പിള്ളേര് ഐ വാണ്ട് ഹെർന്ന്. നിന്റെ കമ്പനി പ്രൊജക്ട് പോലെയാണോ ഒരു പെൺകുട്ടിയുടെ ജീവിതം അവളുടെ കല്യാണം? അളിയ അവസാനം എന്റെ തലയുടെ ട്രെയിൻ ഓടിയപ്പോ അത് പാളം തെറ്റിപ്പോയല്ലോ. അയ്യോ അപ്പി മതി ചിരിച്ചത്. അവളുടെ ലവ് മാരേജോ അത് അറേഞ്ചഡോ? ശ്രുചേച്ചിയുടെ മാരേജ് അത് അറേഞ്ച്ഡ് മാരേജാ ചേട്ടാ. ഞാൻ ചോദിച്ചിരുന്നു ശ്രുചേച്ചിയോട്. അപ്പൊ പിന്നെ ഞാനും അവളെ കെട്ടാൻ നിൽക്കുന്ന ചെക്കനും ഇപ്പൊ ഒരുപോലെ. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലേ? നീ എന്ത് തേങ്ങ പോലെ ഈ പറയുന്നേ? അതൊക്കെ നടക്കുന്ന കാര്യമാണോ കല്യാണം മുടക്കല്? നീ നടക്കുന്ന വല്ല കാര്യം ഉണ്ടെങ്കിൽ പറ, അത് നടത്തിത്തരാം. ജീനിക്കറിയാലോ ഞാനൊരു കാര്യം വിചാരിച്ചാൽ അത് നടത്താത്തതിൽ നിന്നും പിന്മാറില്ലാന്ന്. ഇനി ജീനി എന്റെ കൂടെ നിന്ന് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പോ ഒരു സായിപ്പിനും കെട്ടിങ്ങോ വരും. അത് ആണായിരിക്കുമെന്ന് മാത്രം. അങ്ങനെയെങ്കിലും നമ്മുടെ ജീനി ഇംഗ്ലീഷ് പഠിക്കുമല്ലോ. ഈ കുറിപ്പാളങ്ങ് തീർത്താലോ. മനു, ഇനി ഇത് നിനക്കുള്ള അഡ്രസ്. നീ അവളെ കെട്ടാൻ എന്നെ സഹായിച്ചിട്ടില്ലെങ്കിൽ നീയും ദാ നിന്റെ ഈ പെണ്ണില്ലേ എന്റെ അനിയത്തി, അവളുമായിട്ടുള്ള കല്യാണം ഞാൻ നടത്തി തരുന്നു. നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. സാബാഷ്. അബി, ഇനി നിനക്കുള്ളത്. നീ എന്റെ കൂടെ നിന്നില്ലെങ്കിൽ ഞാൻ അവളെ അങ്ങ് തട്ടിക്കൊണ്ടുവരും. അതോടുകൂടി നിന്റെ കല്യാണം മുടങ്ങും. അത് പൊളിച്ചു ചേട്ടാ. ഞാൻ ഇന്നലെ കണ്ട FF എങ്ങനെയായിരുന്നു, നായകൻ തട്ടിക്കൊണ്ടുവരുന്നു എന്നിട്ട് കല്യാണം കഴിക്കുന്നു. സരസു, ഇന്നത്തെ കോട്ട കഴിഞ്ഞു, ഇനി നാളെ. അപ്പോ പെട്ടി പാക്ക് ചെയ്യല്ലേ അല്ലേ ജീനി? മനു, എന്നാ നീയും ഞങ്ങളുടെ കൂടെ വായോ. ജീനി, നീ ഇതെന്ത് ഭാവിച്ച? അവന്റെ വാക്കും കേട്ട് കല്യാണം മുടക്കാൻ പോകുന്നു. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നീ ഒന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ മുന്നിൽ നിന്നും മാറി നിന്നേ മനുഷ്യൻ. കോളേജിൽ വെറും പുസ്തകവും വായിച്ച് വായും പൊളിച്ച് നടന്നിരുന്ന നിങ്ങളെ വളച്ച് കുപ്പിയിലാക്കിയതാ 3 പിള്ളേരുടെ തന്തയാക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് കല്യാണം മുടക്കാൻ അത് സിമ്പിളാ. ഈ ജീനി അല്ലെങ്കിൽ സൂപ്പറാ. അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. മൊത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. ആരും വന്ന് എന്നെ ഒന്ന് ബാഗ് പാക്ക് ചെയ്യാൻ സഹായിച്ചേ. എന്താടാ നിങ്ങൾക്കൊക്കെ പേടിയുണ്ടോ? കല്യാണം കൂടാനല്ലല്ലോ പോകുന്നത്, മുടക്കാനല്ലേ. എന്നാലും എൻ്റെ ഒരു അവസ്ഥ, ഒരു സൈഡിൽ കല്യാണിച്ചക്കൻ, മറ്റേ സൈഡിലാണെങ്കിലോ കല്യാണം മുടക്കാൻ വരുന്നു. തിരിച്ചു വരുമ്പോ ഈ വണ്ടിയിൽ 2 ചേച്ചിമാരും ഉണ്ടായാ മതിയായിരുന്നു.
വാ മക്കളെ, എന്നാലും എന്റെ ജീനി മോളെ, നീ കല്യാണത്തലേന്നേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എന്താ ഒരാഴ്ച മുന്നേ തന്നെ. എന്തായാലും അച്ഛന് സമാധാനായി. എന്റെ മോളെ ഒന്ന് അടുത്ത് കാണാലോ കുറച്ചു കാലം. കുടുംബക്ഷേത്രത്തിൽ നിന്ന് കല്യാണം വേണമെന്ന് അച്ഛൻ വാശി പിടിച്ചത് കൊണ്ടാണ് ഞാൻ അന്ന് തലേന്നേ വരാന്ന് കരുതിയത്. പിന്നെ ഞാൻ കരുതി അച്ഛന്റെ പരാതി അങ്ങ് തീർത്തേക്കാന്ന്. എന്നതായാലും ഞാനിവിടെ ഒരാഴ്ച ഉണ്ടാവുമല്ലോ. അല്ല, യൂജിയും ശ്രുതിമോളും ഇവിടെ? ഇപ്രാവശ്യത്തെ നാഷണൽ അവാർഡ് അത് ചീനിക്ക് തന്നെ. ഇതേ നോക്ക് ചേട്ടാ, യൂജി ചേച്ചിയുടെ കൂടെ ചേച്ചി ഉണ്ട്, അങ്ങോട്ട് നോക്ക്. ഇനിയുമായി പുറത്ത് നിൽക്കാതെ അകത്തേക്ക് വായോ, അച്ഛാമ്മ നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യൂജി, ഞാനും വന്നിട്ടുണ്ട്, നീ എന്നെ കണ്ടില്ലേ? അതിന് നീ ഏതാ? സരസു, ട്രെയിൻ തട്ടി ചാവണ്ട എന്നുണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്കുക. അവന്റെ തലയുടെ ഇപ്പൊ ട്രെയിൻ ഓടാൻ തുടങ്ങിയിട്ടുണ്ടാവും. വൗ, സോ റൊമാൻറ്റിക്. എനിക്ക് വയ്യ. എഫ് കണ്ട് കണ്ട് ഇവക്ക് ഭ്രാന്തായി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെല്ലാരും വന്നത് എന്തായാലും നന്നായി. നമുക്ക് നാടൊക്കെ ചുറ്റി കാണാലോ. പിന്നെ നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അച്ഛമ്മ, നമുക്ക് ആദ്യം അത് കഴിക്കാം. ശ്രുതി, എനിക്ക് ഈ നാടൊക്കെ മുഴുവനായിട്ട് കണ്ടാ കൊള്ളാന്നുണ്ട്. നീ എന്നെ സഹായിക്കൂ? അതിനെന്താ കേട്ടോ, ഞാൻ സഹായിക്കാലോ. പിന്നെ എനിക്ക് ആകെ ഒരാഴ്ചത്തെ കേട്ടുള്ളൂ കേട്ടോ. ഒരാഴ്ചത്തെ സമയമുണ്ടല്ലോ ശ്രുതി, വാ നമുക്ക് അകത്തേക്ക് പോകാം. ആക്ടിങ്ങിൽ ഇവൻ എനിക്കൊരു വെല്ലുവിളിയാകൂ. എന്നാലും എൻ്റെ ഇതുവേട്ടന് സമ്മതിക്കണം. ഈ നാട് വിട്ട് എത്ര കാലമായി അവിടെ. എനിക്കാണെങ്കിൽ ഈ നാട് വിട്ട് പോകുന്നതേ ഇഷ്ടമല്ല. എങ്ങനെയെങ്കിലും ഈ നാട്ടിലൊന്ന് സെറ്റ് ആവല്ല വഴി നോക്കുന്നുണ്ട് ഞാനിപ്പോ. ഡാടാ, ഒന്ന് മയത്തിലൊക്കെ ഒന്ന് നോക്ക്, ഇല്ലെങ്കിൽ ഇതാ എന്റെ തൊണ്ടയിൽ കുടുങ്ങി നിനക്ക് കെട്ടാൻ പെണ്ണ് കാണത്തില്ല. നോക്കുന്നൊരു നോട്ടം കണ്ടില്ലേ? അല്ലെങ്കിൽ നമ്മുടെ നാടാ ഏതുവേട്ടാ നല്ലത്. അല്ല, ചേട്ടൻ എന്താ പെണ്ണ് കെട്ടാത്തെ? നമ്മുടെ അഭി കെട്ടിയിട്ട് ചേട്ടൻ എന്താ കെട്ടാത്തെ? നൈസ് ക്വസ്റ്റ്യൻ. ഡോണ്ട് വറി ശ്രുതി, എന്റെ കല്യാണമൊക്കെ ഇപ്പോഴത്തെ നടക്കും, വൈകാതെ തന്നെ നടക്കും. എന്തൊക്കെയോ എവിടൊക്കെയോ തകരാറുള്ള പോലെ. ഒന്ന് ചെക്ക് ചെയ്യണം. അഭിയേട്ടാ, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ റൂമിലേക്ക് ഒന്ന് വന്നേ. ഫുഡ് ഇനി ആർക്ക് വേണം? ഞാൻ വരുന്ന യൂഞ്ചി. നടക്കട്ടെ യൂഞ്ചി, ഐ എം വെയിറ്റിംഗ് ഫോർ ദിസ് മൊമെന്റ് യൂഞ്ചി. പറ അഭിയേട്ടാ, എന്താ ഇവിടെ നടക്കുന്നത്? ഒന്നും നടന്നില്ല, ഇനിയല്ലേ നടക്കാൻ പോകുന്നത്. ഇങ്ങ് വാ യൂഞ്ചി. എന്നാലും നീ എന്നെക്കാളും വെക്കുമെന്ന് ഞാൻ കരുതിയില്ലട്ടോ യൂഞ്ചി. ഇങ്ങേത് നിങ്ങൾക്ക് ഈ വിചാരം മാത്രമേ ഉള്ളൂ മനുഷ്യ. ഞാൻ അതിനല്ല വിളിച്ചത്. അതിനല്ലെങ്കിൽ പിന്നെന്തിനാ? യദുവേട്ടന് പെണ്ണ് സെറ്റായോ? കല്യാണം ഇപ്പൊ അടുത്തുണ്ടോന്നൊക്കെ യദുവേട്ടൻ പറയുന്നത് കേട്ടു. അല്ല, യദുവേട്ടൻ എന്റെ ചേച്ചിയെ നോക്കുന്ന നോട്ടത്തിൽ എന്റെ ചേച്ചിയുടെ അസ്ഥി വരെ ഒരുക്കി പോവല്ലോ. എന്താ ഇവിടെ നടക്കുന്നേ? അതാണോ ഞാൻ നിന്നോട് പറയാൻ നിൽക്കായിരുന്നു. എടാ, യദുവേട്ടന് അനിയന്റെ ചേച്ചിയെ കണ്ടപ്പോ ക്രഷ് അടിച്ച്. അവൻ ഇതുവരെ ഒരു പെൺകുട്ടിയോട് അങ്ങനെ ക്രഷ് അടിക്കാത്തതാണ്. അപ്പൊ ഞങ്ങളെല്ലാരും കരുതി കല്യാണം മുടക്കി യദുവേട്ടനായിട്ടുള്ള കല്യാണം നടത്തുന്നു. ചേച്ചിയായ യദുവേട്ടന്റെ ഭാര്യയായ നിനക്ക് നിന്റെ ചേച്ചിയെ എപ്പോഴും കാണാടി. നീയും ഞങ്ങളുടെ കൂടെ നിക്കടി പ്ലീസ് യൂഞ്ചി. കല്യാണം മുടക്കാനാണോ നിങ്ങൾ വന്നേ? യൂഞ്ചി, നീ എതിര് പറയരുത്. യദുവേട്ടനെ എനിക്കറിയാലോ, അവൻ നിന്റെ ചേച്ചിയെ പൊന്നു പോലെ നോക്കൂ. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? ചേച്ചിക്ക് യദുവേട്ടന് ഇഷ്ടാവണ്ടേ? ഇപ്പൊ കെട്ടുന്ന കല്യാണം അത് അറേഞ്ച്ഡ് അല്ലേ? പിന്നെ യദുവിനെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടാതിരിക്കും നിന്റെ ചേച്ചിക്ക്? സംഭവം എനിക്കിഷ്ടപ്പെട്ടു. എന്റെ ചേച്ചി എന്റെ കൂടെ തന്നെ കാണും. ആട്ടെ, നിങ്ങൾ എങ്ങനെ കല്യാണം മുടക്കാനാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്? അത് പറ. ഞങ്ങളുടെ പ്ലാൻ ആദ്യം ശ്രുതിക്ക് യദുവേട്ടനോട് ഒരു ക്രഷ് തോന്നിപ്പിക്കണം. എന്നിട്ട് ആ ക്രഷ് തോന്നി അത് പ്രേമമാണെന്ന് ഞങ്ങൾ ഫലിപ്പിക്കും. അതിനുശേഷം ചേച്ചി തന്നെ പറയും എനിക്ക് കല്യാണം വേണ്ട, യദുവേട്ടനെ മതിയെന്ന്. അപ്പൊ ഈ കല്യാണം നടക്കും. സിമ്പിൾ. വാവ്, എന്ത് നടക്കാത്ത പ്ലാൻ. നിങ്ങൾക്കൊരു കാര്യം അറിയാം, അവൾ ഈ പഞ്ചായത്തിലെ നല്ല കുട്ടിയെന്ന് മുദ്ര കുത്തപ്പെട്ടവള. അവൾ ഒരിക്കലും അവളായിട്ട് സ്വയം ഈ ഒരാഴ്ച മുന്നേ ഉള്ള കല്യാണം മുടക്കി എനിക്ക് മറ്റൊരാളെ ഇഷ്ടപ്പെടുന്ന പറയത്തില്ല. ഇനിയിപ്പോൾ അവൾക്ക് ക്രഷ് തോന്നിയാൽ തന്നെ അവള് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി ഒരിക്കലും ഈ ഒരാഴ്ച മുന്നുള്ള കല്യാണം മുടക്കി അവനെ കെട്ടുമെന്ന് നിങ്ങളാരും വിചാരിക്കണ്ട. വേറെ നല്ല പ്ലാൻ ഉണ്ടെങ്കിൽ പറയടോ. ഒരു ചെക്കൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയെങ്കിലും കല്യാണം മുടക്കാൻ പറ്റുമെങ്കിൽ അത് നോക്ക്. അങ്ങനെയൊക്കെയാണോ കാര്യങ്ങള്? അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. പോയി യദുവേട്ടനോട് വേറെ പ്ലാൻ ഉണ്ടാക്കാൻ പറ. എന്നാ ഞാൻ പോയി പറയാം. നല്ല യൂഞ്ചി, എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഇങ്ങേരുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ല, എൻ്റെ കയ്യിൽ നിന്ന് കല്യാണം കഴിയുന്നതിന് മുന്നേ ഒന്നും കിട്ടത്തില്ലെന്ന്, ഒരു കിസ് പോലും. അതുകൊണ്ട് ഇപ്പൊ ചെല്ല. ഇനി അത്ര നിർബന്ധമാണെങ്കിൽ ഞാനെടുത്ത് പോയി വെച്ച് തരാം. അത് ഓക്കെയാണോ അഭിയേട്ടാ? വേണ്ട, ഞാൻ പോയേക്കാം. എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഫുഡ് ഒഴിവാക്കി ഇവളുടെ അടുത്തേക്ക് വരാം. അവിടെയാണെങ്കിൽ നല്ല ചിക്കൻ പീസ് തിന്നായിരുന്നു. യദുവേട്ടാ, പുറത്തേക്കൊന്ന് വരുമോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്.
സരസു, എനിക്ക് തോന്നുന്നു ശ്രുതി ചേച്ചിക്കും എന്റെ ചേട്ടനോട് ക്രഷ് ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം ഇപ്പൊ അടുത്ത് നടക്കും. പിന്നെ നമ്മുടെ കല്യാണം ആട്ടനെ. എനിക്ക് എത്ര കുട്ടികൾ വേണം എന്റെ സരസു? എനിക്ക് അധികമൊന്നും വേണ്ട മനുവായിട്ട്, ഒരു 5 മതി. ഒരു 2 പെണ്ണും അല്ലെങ്കിൽ 3 ആണും അല്ലെങ്കിൽ 4 ആണും ഒരു പെണ്ണ് എന്തായാലും എനിക്ക് ഓക്കെയാണ്. മനുവേട്ടനോ? സരസു, നീ അവനോട് കുട്ടികളുടെ എണ്ണ എടുക്കാൻ നീ ആദ്യം അവനോട് യെസ് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നീ മറന്നു പോകുന്നു. എന്താ ശ്രുതി എനിക്ക് എന്നോട് പറയാനുള്ളത്? ആക്ച്വലി ഇതേട്ടാ ഞാനൊരു സോറി പറയാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത്. ഞാൻ അന്ന് റൂമിലേക്ക് കയറി വന്നത് ഒട്ടും മാനേഴ്സ് ഇല്ലാതെയാണ്. ട്രെയിൻ മിസ്സാവുന്നുള്ള ഒരു ധൃതിയിൽ ഞാനത് നോക്കിയില്ല. ഞാനങ്ങ് കയറി വന്നു. ഐ എം റിയലി റിയലി സോറി. ഞാൻ മറ്റുള്ളവരെന്നെ തെറ്റായി ധരിക്കുമോ എന്നുള്ളൊരു ടെൻഷനുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്ക് ഇതുവരെ ഒരു സമാധാനമില്ലായിരുന്നു. അത് ഇപ്പോഴാണ് സമാധാനമായി. ഓ, അതാണല്ലേ ഇപ്പൊ കാര്യം. ശ്രുതി, ആക്ച്വലി ഞാൻ നിന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഞാൻ കരുതി നീ എന്റെ കുളിസയും കാണാൻ കയറിയതാണ്. അയ്യേ, കുളിസയും കാണാനോ? അയ്യോ, ഞാൻ അത്ര കാര്യമല്ല. ഐ എം സോറി ചേട്ടാ, ഞാനൊരു ടീച്ചറാണ്. ഐ എം റിയലി സോറി എന്റെ ശ്രുതിക്കുട്ടി. എനിക്കിന്നോട് ക്ഷമിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റെ പ്രൈവറ്റ് ആക്കി വെച്ചതെല്ലാം നീ കണ്ടു. ചേട്ടാ പ്ലീസ്, ഇത് പുറത്താരോട് പറയട്ടെ. ആരെങ്കിലും കേട്ട എന്നെ പറ്റി എന്താ കരുതുക? അയ്യേ. ഇല്ല, ഞാൻ പറയത്തില്ല. അതിന് പകരം നീ എനിക്ക് ഇന്ന് രാത്രി 8 മണിക്ക് എന്റെ പ്രോജക്റ്റിൽ കുറച്ച് വർക്ക് ചെയ്തു തരാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഞാൻ എന്നോട് ക്ഷമിക്കാം. ഓ, അത്രയുള്ള കാര്യം. അതിനെന്തായത് കേട്ടോ, സിമ്പിൾ. ഞാൻ വന്നിരിക്കും. കണ്ട എന്റെ സൗണ്ട് അധികം. ജീനി, ഇവിടെ എല്ലാവരും അടിച്ച് പൂസാകാൻ പോകുന്നു. പിള്ളേരെ, നിങ്ങൾ കുടിക്കുന്നൊക്കെ കൊള്ളാം. ഒരു തരി കൃഷ്ണേട്ടന് കൊടുത്തു വരുന്നു. പിന്നെ തുടങ്ങും കരച്ചിലും കവിതയായിട്ട്. എനിക്ക് വയ്യ അത് കേൾക്കാം. പ്ലീസ് ജീനി, ഒരു 10 ml നിങ്ങൾ തന്നെ ഒഴിച്ച് കുടിച്ച. എന്നാത്തിനെ ഇങ്ങനെ പേടിക്കുന്നത്? അത് ഇത്ര ബോഡി ബിൽഡപ്പും വെച്ചോ? അത് ജീനിയെ? അയ്യേ. എനിക്ക് കുടിച്ചോ, പക്ഷെ ഒച്ചാക്കരുത്. അപ്പുറത്ത് അച്ഛൻ കിടന്നുറങ്ങുന്നുണ്ട്. ഇല്ല എന്റെ ജീനി, ഞാൻ ഒച്ച വെക്കാനോ? നിനക്കറിയോ എന്റെ അബി, ഞാൻ എന്റെ ജീനി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്ന്? കാരണം അവളാണ് എന്റെ പേടി, അവളാണ് എന്റെ പ്രണയം. പ്രണയമേ പേടി, പേടിയേ പ്രണയം. അവൾ എന്നിൽ നിന്നും പിരിഞ്ഞു പോകുമോ എന്നുള്ള പേടി, അവൾ എന്നിലേക്ക് എത്തിപ്പെടാതിരുന്നെങ്കിലോ എന്നുള്ള പേടി. തുടങ്ങി കവിത തുടങ്ങി. മതി, ഇന്ന് ഇത്ര പേടിച്ചത് മതി. ഇനി നാളെ പേടിക്കാം. പോരി ഉറങ്ങ. നീ വരും ജന്മങ്ങളിൽ ഈ പേടിയായി എന്നിലേക്ക് എത്തില്ലേ എന്റെ ജീനി? ഈ ജന്മം ഞാൻ നിങ്ങളുടെ പേടിയായിരിക്കും. വാ, ഇപ്പൊ നമ്മൾ ഉറങ്ങ. അരെ വാ, ഇതാണ് കപ്പിൾസ്. ഇങ്ങനെയാവണം കപ്പിൾസ്. എനിക്കുമുണ്ട് ഒരു സാധനം. വാ തുറന്നാ വായിക്ക് കൂടും. എവിടെയാവൾ? എടി യൂഞ്ചിയേ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അവക്കൊരു കിസ് തരാൻ പറ്റുമെന്ന് എനിക്കൊന്ന് അറിയണം. ലേറ്റസ്റ്റ് ഇല്ലെങ്കിൽ പോവാം. യൂഞ്ചി, നിങ്ങളെന്താ ഈ രാത്രി എന്റെ റൂമില്? എനിക്കൊന്ന് രണ്ടിലൊന്ന് അറിയണം. എനിക്ക് കിസ് തരാൻ പറ്റുമോ ഇല്ലേ? സത്യം പറഞ്ഞ കുടിച്ചപ്പോ നിങ്ങളെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ ഒന്ന് തരാം, ഒന്ന് മാത്രം. പിന്നെ ചോദിക്കരുത്. അങ്ങനെ അവസാനം എനിക്ക് കിട്ടി. പക്ഷെ യൂജിയുടെ ഇത്തിരി പവർ കുറവുണ്ട്. ആ പിയേട്ടനൊന്ന് തരട്ടെടി, ഒന്ന് പവർ കൂട്ടി. പവർ കൂട്ടിയും കുറച്ചൊന്നും എനിക്ക് വേണ്ട. ഒന്ന് പോ അഭിയേട്ടാ. ഇതാ ഞാൻ ഇത്ര കാലം നിങ്ങൾക്ക് തരാൻ. നിങ്ങൾ നിർത്തില്ല. വേഗം പോയിക്കോ, ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വെക്കും ഇവിടെ. എന്നാ പിയേട്ടൻ പോയിട്ട് നാളെ വരാം. മനുവേട്ടാ, നിർത്താനായില്ലേ? ഇത് അത്യാവശ്യത്തിലേറെ ഇപ്പൊ കുടിക്കുന്നു. ഇല്ല എന്റെ സരസു, ഇത്തിരിയും കൂടി കുടിക്കട്ടെ. എന്നെ കുടിച്ചാൽ നിങ്ങൾ എന്നെ കെട്ടാൻ ബാക്കിയുണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. നീ എത്ര കാലം കാത്തിരിക്കണം നിന്നെ ഒന്ന് കെട്ടാൻ എന്റെ സരസു? എനിക്ക് ഉറപ്പുണ്ട് ഇനി അധികം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല. കാരണം ചേട്ടന് പെണ്ണ് കിട്ടിയില്ലേ. എങ്ങനെങ്കിലും ശ്രുതിയുടെ കല്യാണം അതിന്റെ ചേട്ടനുമായിട്ട് നടത്തണം. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പുകയാവും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ സരസു, നീ എനിക്കൊരു കിസ് തരുമോ? കിസ് പറഞ്ഞില്ലെങ്കിലും കിസ് തരാന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. സത്യമാണ്. അങ്ങനെ എഴുതിയ പുസ്തകമൊക്കെ ഉണ്ടോ? യെസ് പറഞ്ഞില്ലെങ്കിൽ കിസ് ചെയ്യാന്നുള്ളത്? ഹൈ, വിശ്വസിച്ചോ? എന്നാ പോയി ഞാൻ ആ പുസ്തകം ഒന്ന് വായിച്ചിട്ട് വരാം. എന്നിട്ട് തീരുമാനിക്കാൻ വേണോ വേണ്ടത്. ഹായ് അതേട്ടാ, എവിടെ പ്രൊജക്റ്റിലുള്ള വർക്ക്? ഞാനിതാ പെട്ടെന്ന് ചെയ്തു തരാം. അത് ഈ ഡോറിന്റെ സൈഡിലായിട്ട് വരും. ഇങ്ങോട്ട് വായോ. ശ്രുതി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് കുറച്ച് സീരിയസ് ആണ്. ഡോണ്ട് വെറി, ഐ ക്യാൻ ഹെൽപ്പ് യു. പറ എൻ്റെ ഇത് കേട്ടാ.
നീ എന്നെ ബ്രദറായിട്ടാണ് ഈ എതുവേട്ടെന്ന് വിളിക്കുന്നതെങ്കിൽ അത് വേണട്ടോ ശ്രുതി. കാരണം ഞാൻ കാണുന്നത് നിന്നെ എൻ്റെ ഭാര്യയായിട്ടാണ്. യു ക്യാൻ ഓൺലി സേവ് മീ പ്ലീസ്. എന്തൊക്കെയാ പറയുന്നത്? ശ്രുതി, ഇങ്ങനെ ചിരിച്ചു തള്ളാനുള്ള കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, അവരുമായി ഇടപഴകിയിട്ടുമുണ്ട്. പക്ഷെ നിന്നോട് തോന്നിയ ഫീലിങ്സ് എനിക്ക് ആരോടും ഇതുവരെ തോന്നിയിട്ടില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ഈ വിവാഹത്തിൽ നിന്നും ഒന്ന് പിന്മാറിക്കൂടെ? എനിക്ക് വേണ്ടി ഐ എം വെയിറ്റിംഗ് ഫോർ യു. ഇപ്പോഴേ ഒരു കാര്യം ഓർമ്മ വന്നു. എനിക്ക് കുറച്ച് പേപ്പർ നോക്കാണ്ട് കുട്ടികളുടെ എക്സാമിന്. ഞാൻ വരെ ശ്രുതി പോകാതെ. എത്തിയിട്ട് നിന്ന് മാറിക്കേ. ഇനി 6 ദിവസം കഴിഞ്ഞാൽ മറ്റൊരാളുടെ ഭാര്യ ആവേണ്ടവളാണ് ഞാൻ. ഇപ്പൊ വെച്ചെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കും എൻ്റെ എത്തിയിട്ടാ. ഒരു ചായക്കപ്പിന്റെ പരിചയമുള്ളൂ നിനക്ക് അവനെ. അതുപോലെ തന്നെയല്ലേ ഞാനും. അതിൽ കൂടുതൽ സമയം ഞാൻ എൻ്റെ കൂടെ ചെലവഴിച്ചു. ഇതൊന്നും തർക്കിച്ച് ജയിക്കാനുള്ള കാര്യങ്ങളല്ല എത്തിയിട്ടാ. ഞാൻ വരാം. എത്തിയിട്ടാ മാറി, എനിക്ക് പോണം. ഈ സൊസൈറ്റി എന്ത് ചിന്തിക്കുമെന്ന് കേട്ട് ഇങ്ങനെ ജീവിച്ച് തീർക്കാതെ നിന്റെ മനസ്സോടൊന്ന് ചോദിച്ചു നോക്കൂ. യു ലൈക്ക് മീ ഓർ നോട്ട്? എത്തിയിട്ടൊന്ന് മാറിക്കേ. ഇങ്ങനെ തമാശ പറയാനുള്ള നേരാണോ ഇത്? ഞാൻ ഈ പറയുന്നതും ഞാൻ ഈ ചെയ്യാൻ പോകുന്നതും ഒന്നും തമാശയല്ല ശ്രുതി. ഐ എം റിയലി റിയലി സോറി. ഇനി പോയിക്കോ, ബാക്കി എനിക്ക് എൻ്റെ ഭാര്യ ആയതിനു ശേഷം. ജീനി ഏതോ അവൻ്റെ ഫീലിങ്സ് അവളോട് പറഞ്ഞു. പക്ഷെ നമുക്ക് ഈ കാര്യം മുത്തശ്ശനോട് പറയുന്നതല്ലേ ഏറ്റവും നല്ലത്. എന്ന കാര്യം എളുപ്പമാവില്ലേ? ബെസ്റ്റ്. എന്നെ തന്നെ ഇപ്പോഴാണ് വീട്ടിൽ കയറ്റുന്നത്. വീണ്ടും ഞാൻ വന്നത് ഇങ്ങനെ കല്യാണം മുടക്കി അവളുടെ പേരക്കുട്ടിയെ ചാടിക്കാനെന്നറിഞ്ഞ. പിന്നെ ജീനിയുടെ കാര്യം കട്ടപ്പോക. എന്നിട്ട് ചേച്ചി എന്തു പറഞ്ഞു? അവളങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ആകെ ഷോക്കായിരുന്നു. ഇനിയാണ് നമ്മൾ കണക്കിലിറങ്ങേണ്ടത്. ചേച്ചി ഡിസ്റ്റർബ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ഡിസ്റ്റർബ് ആയിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് എന്തോ ഒരു സ്പാർക്ക് ചേട്ടനോട് തോന്നിയിട്ടുണ്ട്. വാ, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പോയി നോക്കാം. സരസു, നിന്റെ ബുദ്ധി റോക്കറ്റ് തന്നെ. ജീനി ആദ്യം തന്നെ ചേച്ചിയുടെ മനസ്സ് നിളക്ക്. മക്കളെ, എന്റെ ആക്ടിങ് സ്കില്ല് കാണണമെങ്കിൽ എന്നെ ഫോളോ ചെയ്തോ. കമോൺ. ആഹാ, എന്തൊരൊത്തൊരുമ. യൂജി, ഞങ്ങൾ ഇവിടെ നിൽക്കാൻ. നീ ചെല്ല്, നീ ചോദിക്കും. ഇന്ന് വാ മനുഷ്യ, നന്നായിട്ട് കാണാം. ഇതാ വരുന്നു. Wow, my parents is most romantic couple in the world. വേണോ? ചെല്ലി യൂജി, നിന്റെ ആക്ടിങ് ഞാനൊന്ന് കാണട്ടെ. നിങ്ങളെല്ലാരും കൂടി എന്റെ ചേച്ചിയെ വട്ട് കളിപ്പിക്കാണോ? ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ എന്റെ യൂജി മോളെ. ചെല്ല്, നല്ല കുട്ടിയല്ലേ. അവളെ കെട്ടില്ലെങ്കിൽ എനിക്ക് ഭ്രാന്താവും. Wow, romantic. സരസു, നിർത്ത്. ഇങ്ങനെ പോയാൽ എനിക്ക് വട്ടാകും. ചേച്ചി എന്താ നോക്കുന്നേ? ചേച്ചി എന്താ വല്ലാതെ ഡിസ്റ്റർബ് ആയിട്ടുണ്ടോ? ഇങ്ങനെ ഡിസ്റ്റർബ് ആതിരിക്കാൻ ഓരോ കുറിപ്പുകൾ എഴുതി വെച്ച കണ്ടില്ലേ? ഐസക് ന്യൂട്ടനെയൊക്കെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ പേരിന്റെ കൂട്ടത്തിൽ എഴുതി വെച്ചേക്കുന്നു. ഞാൻ വായിട്ടലച്ചത് മുഴുവൻ വെറുതെ. അപ്പൊ ഐസക് ന്യൂട്ടൻ ഫ്രീഡം ഫൈറ്റർ അല്ലേ? പിന്നെ ആരാ? ഓ, ഇവന്മാർ ഈ ടീച്ചറെ ഒന്ന് പ്രേമിക്കാൻ സമ്മതിക്കൂല. അല്ല ചേച്ചി, ഇനി 6 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം. പിന്നെ നമ്മൾ രണ്ടുപേരും വെവ്വേറെ വീട്ടിൽ. വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പൊ എനിക്ക്. നമുക്ക് രണ്ടുപേർക്കും ഒരു വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു അല്ലേ ചേച്ചി? അങ്ങനൊന്നും പറയില്ലേ യൂജി, നമ്മളെങ്ങനെ പിരിയാ? വർക്കാവുന്നുണ്ട്. യൂജി, നീ എന്തോ ഒരു രാക്ഷസ നടിക. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു ഈ പ്രേമവും കല്യാണവും. അല്ലെങ്കിൽ നമുക്ക് 2 ചേട്ടനന്മാരെ കെട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും പിരിയണ്ടായിരുന്നു അല്ലേ ചേച്ചി? അത് പൊളിച്ചു. ഇനി ചെസ് നമ്പർ 2, ജീനി ഓൺ ദ സ്റ്റേജ്. ചെല്ലാമോ? ഇനി ജീനിയുടെ ആക്ടിങ് താ നീങ്ക പാക്ക പോറേ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് മാർക്കട. ജീനി ചെല്ല്. അല്ല, ഇന്നത്തെ മണവാട്ടിക്കുട്ടികൾക്ക് ഉറക്കൊന്നുമില്ലേ? ഉറങ്ങണം എൻ്റെ ജീനിയമ്മായി. പക്ഷെ ഇനി ഞങ്ങൾ 6 ദിവസം കഴിഞ്ഞാൽ തമ്മിൽ കാണില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കായിരുന്നു. എന്താ ഇതിനെക്കുറിച്ച് ജീനിയമ്മായിക്ക് പറയാനുള്ളത്? ഇതേ പെണ്ണെ, ഞാനൊന്ന് തരും കേട്ടോ. ഇനിയും ജീനിയമ്മായി എന്ന് വിളിച്ചാൽ അമ്മ എന്ന് വിളിച്ചേക്കണം. എനിക്ക് ഒരു മോളെ കൂടി ഒന്ന് കിട്ടണം എന്നെ അമ്മ എന്ന് വിളിക്കാൻ. അവന് സ്വപ്നത്തിലൊരു പെൺകുട്ടിയെ കാണാറുണ്ടായിരുന്നു പോലും. അതിനെ ഇപ്പം അടുത്ത് കണ്ടു കിട്ടിയെന്നും പറഞ്ഞു. പക്ഷെ അത് ഇത്തിരി ലേറ്റായി എന്ന്. ആരാന്നറിഞ്ഞെങ്കിൽ ഞാൻ തപ്പി പിടിച്ച് കൊടുക്കുമായിരുന്നു. എൻ്റെ മോന് വീതിയില്ല തോന്നുന്നു ആ കുട്ടിയെ കിട്ടാൻ. ജീനി വർക്കാവുന്നുണ്ട്. കണ്ടിന്യൂ. അവൻ ഇതുവരെ ഒരു പെൺകുട്ടിയോടും ഒരു ഫീലിങ്സും തോന്നാത്തത് മോളെ. ഇപ്പോൾ തോന്നിയപ്പോൾ ആ കുട്ടിയെ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചങ്ങ് പൊട്ടി. ഞാൻ പോയി കിടക്കട്ടെ മോളെ. ഞാൻ എൻ്റെ വിഷമം ഇവിടെ നിന്ന് വല്ലാതെ പറയും. അത് നിങ്ങൾക്കും സങ്കടമോ? വരട്ടെ. ജീനി, നീങ്കതാ രാക്ഷസ നടിക. വാ, ഇനി നമുക്കെല്ലാവർക്കും പോയി കിടന്നുറങ്ങാം. ഇന്നത്തേക്ക് ഇത്ര മതി. ചേച്ചിയുടെ നെഞ്ചൊന്ന് പെടഞ്ഞിട്ടുണ്ട്. വാ. നോക്കി വെള്ളം മറക്കാതെ പോയി കിടന്നുറങ്ങടാ.
ചേച്ചിക്ക് എന്താന്ന് ഉറക്കൊന്നുമില്ലേ? നീ പോയി കിടന്നാ മോളെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാം. അങ്ങനെ ഇനി ആകെ 4 ദിവസം കൂടി. നെക്സ്റ്റ് പ്ലാൻ എന്താ? എനിക്ക് തോന്നുന്നു നമ്മുടെ പ്ലാനിങ് ഒക്കെ കഴിയുമ്പോൾ ചേച്ചിയുടെ ഹണിമൂൺ കഴിയുമെന്നാ. ചേച്ചി ഇന്ന് വിവാഹവസ്ത്രം എടുക്കാൻ പോവുക. അങ്ങനെ വസ്ത്രം എടുക്കലും ആയി. ഇനിയിപ്പോ എന്താകും? നിങ്ങളിങ്ങനെ മുഖാമുഖം നോക്കി എന്താകും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും പ്ലാൻ ഇറക്കണം. ആദ്യം ആ ചെക്കൻ്റെ അഡ്രസ്സ് തേടി പിടിക്ക്. ഹായ്, എന്നിട്ട് ചെക്കനെ തട്ടിക്കൊണ്ടു പോകാനാണോ? ഈശ്വര, ഇവക്ക് FF കണ്ട് ഭ്രാന്തായതാണല്ലോ. അല്ല അല്ലേ ജീനി, ഞാനതൊക്കെ എപ്പോഴോ ചെയ്തു കഴിഞ്ഞു. അവനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അവൻ എൻ്റെ തന്നെ കമ്പനിയിലെ ഡൽഹിയിലുള്ള ബ്രാഞ്ചിലെ മാനേജറാണ്. സോ കാര്യങ്ങൾ സിമ്പിളാണ്. നിന്റെ എംപ്ലോയിയാണ് അവൻ. സോ ഇനി എന്താണ് പ്ലാൻ? അവനെ ഞാൻ വിളിച്ചിരുന്നു. അവൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയ ഞാനൊരു വലിയ ഓഫറും അവന് കൊടുത്തു. അതും അവൻ സ്വീകരിച്ചു. ഇനി എനിക്കറിയേണ്ടത് അവൾക്ക് ഇഷ്ടമാണോ എന്നുള്ളതാണ്. ഇഷ്ടമാണ് എന്ന് പറഞ്ഞാ പിന്നെ ഞങ്ങളുടെ കെട്ട്. അയ്യോ, അപ്പൊ ഈ കഥയിൽ തട്ടിക്കൊണ്ടു പോലൊന്നുമില്ലേ? ഓ, ഇവളെ കൊണ്ട് ചീനി ഒരു ഒലക്ക തരാൻ പറ്റും. ഇവിടെ ഒന്ന് തല്ലിക്കൊല്ലാനാ. മനു, അതിന് ഇവളെ മാത്രം തല്ലിക്കൊന്നാ പോരാ. ആ FF ഉണ്ടാക്കുന്നവളെയും വേണം കൊല്ലാൻ. ഒരു ഒലക്ക് കിട്ടിയാൽ ഞാൻ രണ്ടിനെ അങ്ങ് തീർത്തേനെ. ഓഫർ സ്വീകരിച്ച് എൻ്റെ ചേച്ചിയെ വേണ്ടെന്ന് വെച്ചു. എത്ര ധൈര്യം ഉണ്ടായിട്ട് അവൻ എൻ്റെ ചേച്ചിയെ വേണ്ടെന്ന് വെച്ച്, അതും ഒരു ഓഫറിന് വേണ്ടി. ഇത്ര നല്ല പെൺകുട്ടി അവന് ഇനി എവിടെയെങ്കിലും മസ്റ്റ് നോക്കിയാൽ കിട്ടുമോ? അവൻ്റെ അഡ്രസ്സ് ഇങ്ങനെ തന്നെ. അവനെ ഇന്ന് ഞാൻ എന്തായാലും തീരുമാനമാക്കും. യൂൻജി, നീ കല്യാണം മുടക്കുന്നവരുടെ കൂട്ടത്തിലോ അതോ നടത്തുന്നവരുടെ കൂട്ടത്തിലോ? മുടക്കുന്നവരുടെ കൂട്ടത്തിൽ. ഞാനത് മറന്നു. യൂൻജി, ഞാൻ നിന്റെ ചേച്ചിക്ക് ഒരു ഡോസും കൂടി ചെറുതായിട്ട് കൊടുത്തേച്ച് വരാം. പോയി പൊളിക്ക് ചേട്ടാ. നിന്റെ ചേട്ടന്റെ ഡോസ് എന്റെ ചേച്ചിക്ക് താങ്ങും. അതൊരു പാവാടാ. പേടിക്കണ്ട, എന്റെ ചേട്ടനല്ലേ, അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. നിന്റെ ചേട്ടനായതുകൊണ്ടാ എനിക്ക് ഇത്ര പേടി. ഹായ് ശ്രുതി, എന്താ എന്റെ കൊച്ചിന് പണി? ഏത് വേട്ടൻ എന്താ എന്റെ റൂമിൽ പുറത്തു പോയേ? ഓ ശ്രുതി, ഇങ്ങനെ പാനിക്കാവാതെ. എന്തായാലും നമ്മൾ രണ്ടുപേരും ഇനി റൂമിൽ കഴിയേണ്ടവരല്ലേ. ഏത് വേട്ടാ, ഇങ്ങനെ മറ്റൊരാളുടെ ഭാര്യയാകാൻ പോകുന്ന ഒരാളുടെ അടുത്ത് ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യുന്ന ഒട്ടും നല്ല കാര്യമില്ല. പോരാത്തതിന് ഇന്നലെ ചെയ്ത് പോരെങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ എന്തായാലും മുത്തശ്ശനോട് കംപ്ലൈന്റ് ചെയ്യും. അല്ലെങ്കിൽ ജീനി അമ്മയോട് പറയും. അയ്യേ, ടീച്ചർ എന്താ കൊച്ചുകുട്ടികൾക്ക് പോലെ കംപ്ലൈന്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. വേറെ എന്തെങ്കിലും പറയണ്ട ടീച്ചർ. നിന്റെ അടുത്തേക്ക് എന്തിനാ ഇങ്ങനെ വരുന്നത്? ഞാൻ അടിക്കും കേട്ടോ ഇത് കേട്ടാ. ടീച്ചറുടെ അടി കൊള്ളാൻ ഞാൻ തയ്യാറാണെങ്കിലും. ഇതാ നോക്ക് ശ്രുതി, നിന്റെ മനസ്സിൽ എവിടെയോ എനിക്കുള്ള ഫീലിങ്സ് ഉണ്ട്. അല്ലെങ്കിൽ നീ ഇങ്ങനെ കടന്നു വേർക്കില്ല. നീ എൻ്റെ കണ്ണിലേക്ക് നോക്കുന്നില്ല. നീ എൻ്റെ കണ്ണിലേക്ക് നോക്കി എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ഞാൻ നിർത്തിയേക്കാം. പറ. പറയാനങ്ങ് പറ്റുന്നില്ലല്ലോ എൻ്റെ ടീച്ചറെ. അപ്പൊ ശ്രുതിയിൽ നിന്നും മിസ്സസ് യാദവ് കൃഷ്ണയിലേക്ക് അവൻ റെഡിയായിരുന്നു. മതി ടീച്ചറെ വിയർത്ത്, ഞാൻ പോവാ. വരട്ടെ. യൂജി, എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. പറ ടീച്ചർ, എന്താ കാര്യം? അത് പിന്നുണ്ടല്ലോ, ഞാനിതിപ്പോൾ എങ്ങനെ നിന്നോട് പറയാം. യദുവേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തടേ. യൂജി, ആക്ടിങ് കൈവിടാതെ. അതെങ്ങനെ നടക്കും? ചേച്ചിയുടെ കല്യാണല്ലേ. ചേച്ചി എന്ത് പറയുന്നു? അല്ല, ചേച്ചിക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ യദുവേട്ടൻ എടുത്തു വരുമ്പോൾ എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ. എന്തായാലും ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? പോട്ടെ. അതും ശരിയാ, എനിക്കൊരു അർജന്റ് കാര്യം ഉണ്ടായിരുന്നു. ചേച്ചി കിട്ടുന്നു, ഞാനിപ്പോൾ വരാവേ. ഞാനിത്ര സീരിയസ് കാര്യം പറഞ്ഞിട്ട് എന്തിനാ ഇവളിങ്ങനെ ചിരിക്കുന്നത്? ഇത്ര വലിയ അർജന്റ് കാര്യം എന്താ അവക്ക്? അയ്യോ, ഞാൻ ഈ സന്തോഷം എങ്ങനെ അറിയിക്കും? ജീനി, ജീനി, ജീനി. എന്ത് പറ്റി യൂഞ്ചി? ഞാനിതാ വരുന്നു. യൂഞ്ചി. ജീനി എന്തിനാ ഈ ഓടി വരുന്നത്? ഇനി ഞാൻ പുതിയ FF കണ്ട ജീനി എങ്ങനെ അറിഞ്ഞു? അയ്യോ ജീനി, എന്നെ കൊല്ലല്ലേ, ഞാനിനി കാണില്ല. അബി കൃഷ്ണയോടാണ് അവളുടെ കളി. ഇന്ന് ഞാൻ ഓറഞ്ച് കൊണ്ടൊരു താജ്മഹൽ പണി. എന്നിട്ട് വേണം എനിക്ക് അവളോട് ഒരു കിസ്, അതും ലിപ്പിൽ വാങ്ങിക്കാൻ. ഞാനും എൻ്റെ യൂഞ്ചിയും പിന്നെ കല്യാണം, പിന്നെ ഫസ്റ്റ്.
എന്റെ അഭിയേട്ടാ, നിങ്ങൾ ഇതറിഞ്ഞോ? എന്റെ യോജിക്ക് ഇത് എന്ത് പറ്റി? ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് വന്നേ മനുഷ്യയുടെ വായും പൊളിച്ച് നോക്കി നിൽക്കാൻ നിങ്ങൾ അറിഞ്ഞോ? എന്റെ ശ്രുതി ചേച്ചിക്ക് എന്തോ ഫീലിങ്സ് ഉണ്ട് യദുവേട്ടന്റെ മേലെ. ചേച്ചി പറയാണേ, യദുവേട്ടന്റെ അടുത്തേക്ക് വരുമ്പോ എന്തോ ശ്വാസം കിട്ടാത്ത പോലെ, ഇനിയിപ്പോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന്. അപ്പൊ അതിനർത്ഥം ചേച്ചിക്ക് ഫീലിങ്സ് ഉണ്ടെന്നല്ലേ? ചേട്ടാ, അവസാനം ചേച്ചി സെറ്റായി. ചേട്ടൻ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലാതെ പിന്നെ അവന്റെ ചിരി കണ്ടില്ലേ? എന്ത് സമാധാനത്തിൽ നടന്ന കൊച്ച. ഇപ്പൊ അതിന്റെ സമാധാനം കഴിഞ്ഞപ്പോ എനിക്ക് സമാധാനമായില്ലേ? അടുത്ത പ്ലാൻ എന്താ പറ? അങ്ങനെ വലിയ പ്ലാൻ ഒന്നുമില്ല ജീനി. ഇന്നത്തോടു കൂടി ആ ചെക്കൻ വിളിച്ചു പറയും കല്യാണത്തിന് തയ്യാറല്ലാന്ന്. അപ്പൊ ഇവിടെ നിന്ന് കുലുങ്ങും. അപ്പൊ ജീനി ഒന്ന് നൈസായിട്ട് കാര്യം അവതരിപ്പിച്ചാൽ മതി. അതോടുകൂടി ഈ കല്യാണം നടക്കും. പിന്നെ ശ്രുതി നമ്മുടെ വീട്ടിലേക്ക്. അച്ഛനോട് വരാൻ പറഞ്ഞോ? എന്താ കാര്യം? മോളെ ജീനി, അച്ഛൻ എങ്ങനെ ഇത് എന്നോട് പറയാ? യൂജിയുടെ കല്യാണം നടക്കില്ലടി. അയ്യോ, അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നേ? അബിയെ, പണി പാലും വെള്ളത്തിൽ കിട്ടിയോ എന്നൊരു സംശയം. എന്റെ അമ്മ, എന്റെ കല്യാണം. എന്റെ ശ്രുതിയെ കെട്ടാനിരുന്ന ആ ചെക്കൻ പിന്മാറി. അത് 3 ദിവസം മുന്നേ. എന്താന്ന് ചോദിച്ചിട്ട് ഇത്രയായിട്ടും കാര്യം പറയുന്നില്ല. ഇനി ഞാൻ എന്താ ചെയ്യാ? എങ്ങനെ ഞാൻ ഒരാളെ മാത്രം കെട്ടിച്ചേക്കുക? 2 പേരുടെ കല്യാണം ഒപ്പമാക്കണമെന്നുള്ള എന്റെ പിടിവാശിക്ക് നിന്നതാ എന്റെ ശ്രുതി മോള്. അല്ലെങ്കിൽ ഈ ഗതി എന്റെ മോക്ക് വരില്ലായിരുന്നു. ഞാൻ എൻ്റെ മോളെ മുഖത്ത് എങ്ങനെ നോക്കും എൻ്റെ ചീനി? എൻ്റെ പിടിവാശിക്ക് നിന്നത് അവള്. അതുകൊണ്ട് യൂജിയുടെ കല്യാണം വേണ്ടെന്ന് വെക്കാണ്. പണ്ട് ഞാൻ കാരണം ഈ തറവാടിനുണ്ടായിരുന്ന അതേ പേദോഷം വീണ്ടും കേൾക്കാനാണ് വെച്ചാൽ നമ്മുടെ ശ്രുതിയുടെ കല്യാണം അതേ മുഹൂർത്തത്തിൽ അങ്ങ് നടത്തിയാൽ പോരെ. എവിടെന്നാ ഈ 3 ദിവസം കൊണ്ട് എൻ്റെ മൂക്കൊരു വരനെ തപ്പിപ്പിടിക്കും? എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഏത് ശ്രുതിയുടെ കാര്യത്തിൽ താലി കെട്ടിയേക്കാം. ആദ്യം അവർ തമ്മിൽ സംസാരിക്കട്ടെ. എന്ത് പറയുന്ന വെച്ചാൽ അവർക്കിഷ്ടമാണെങ്കിൽ നമുക്കിതങ്ങ് നടത്താം. അത് വേണോ എന്റെ ജീനിമോളെ? യദുവിന് ശ്രുതിയെ പിടിക്കത്തില്ല. കാരണം അവൻ പുറത്തൊക്കെ വളർന്നതല്ലേ. എന്റെ ശ്രുതിയാണെങ്കിൽ തനി നാട്ടുംപുറവും. ഈ കാരണവര് ഒരു നിലക്കും അടുക്കുന്നില്ലല്ലോ എന്റെ ഈശ്വര. പിടിക്കത്തില്ലെന്ന് പിടിച്ചു കണ്ട അപ്പൊ ഇങ്ങനെയൊക്കെ ആയത്. യുജി കൺട്രോൾ. മോനെ ഏതു ശ്രുതിയെ കെട്ടുന്നതിൽ നിന്റെ അഭിപ്രായം എന്താ? മോൻ ഇഷ്ടമുണ്ടോ ശ്രുതിയെ? അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ ജീനി നിർബന്ധിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ കെട്ടിയേക്കാം. ഓഹോ, ഇവന്റെ ഒരു ആക്ടിങ് ആര് ഇവനെ നിർബന്ധിച്ചു? ഞങ്ങളെ അടക്കം ഇവനല്ലേ നിർബന്ധിച്ചത് ഈ കല്യാണം മുടക്കാൻ. സത്യം പറഞ്ഞാൽ നിർബന്ധിക്കലല്ലായിരുന്നു, ഒരു തരം ഭീഷണിപ്പെടുത്തലായിരുന്നു അത്. എന്നാ മുത്തശ്ശ, അവരാദ്യം തമ്മിൽ സംസാരിച്ചോട്ടെ അല്ലേ? സുഖം, നമുക്ക് പോയി ഒളിച്ചു നോക്കാം. ഇവിടെ നിന്ന് എല്ലാം കാണാം. ഇവിടെ നിൽക്ക്. ചേച്ചി മുത്തശ്ശൻ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? കല്യാണം മുടങ്ങിയത് അറിഞ്ഞോന്ന് എനിക്കറിയാം. മുടങ്ങിയ പോലെ എന്റെ കല്യാണം നിശ്ചയിച്ചതും ഞാൻ അറിഞ്ഞു. അല്ല, ചേച്ചിക്ക് എന്തോ ഫീലിങ്സ്, ശ്വാസം കിട്ടാത്ത പോലെ എന്നൊക്കെ പറഞ്ഞിരുന്നു കുറച്ചു നേരത്തെ. അപ്പൊ ചേട്ടനങ്ങ് കെട്ടിയൊക്കെ ശ്വാസം കിട്ടാതെ ചാവാലോ. അത് വേണ്ട യുഞ്ചി, ഞാൻ പറയാൻ പോയ കല്യാണത്തിന്. ഞാനിപ്പോ എസ് പറഞ്ഞ ഏതോട്ടും കെട്ടില്ലേ. എന്റെ കല്യാണം മുടങ്ങിയതുകൊണ്ട് വേറെ വഴിയില്ലാത്തോണ്ട് കെട്ടാന്ന്. ഞാൻ എന്റെ ഫീലിങ്സ് ഒക്കെ പെട്ടിയിലിട്ട് അങ്ങ് പൂട്ടാ. അങ്ങനെയൊക്കെ നല്ല പെണ്ണിനെ ദൈവം എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. യദുവിന്റെ ട്രെയിന് വീണ്ടും പാളം തെറ്റിയോ എന്റെ അബി? ടീപ്പുല്ലേ, വല്ലാതെ അങ്ങ് കളിക്കല്ലേ. ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് കല്യാണം മുടക്കിയത് നിന്നെ കെട്ടാൻ വേണ്ടിയാ. അപ്പൊ നീ എനിക്ക് വേറെ പെണ്ണിനെ ആലോചിക്കുന്നു. മര്യാദക്ക് എന്നെ കെട്ടി കുട്ടികളായിട്ട് പുറത്തോ, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. എന്താ പറഞ്ഞേ? കല്യാണം മുടക്കിയെന്നോ? പറയുന്നത് സത്യമാണ്. നിങ്ങളാണോ കല്യാണം മുടക്കി? ആ, നിന്റെ കല്യാണം ഞാൻ തന്നെയാ മുടക്കി. ഒരു കല്യാണത്തിന് കൂടാൻ വരെ എന്നിട്ട് ആ പെൺകുട്ടിയുടെ കല്യാണം മുടക്കുക, ഇതൊക്കെ മാനേഴ്സിന് ചേർന്നതാണോ? അല്ല, എനിക്കറിയാം മാനേഴ്സിന് ചേർന്നതല്ലാന്ന്. പക്ഷെ നിന്നെ എനിക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ വയ്യ എന്റെ ശ്രുതി. ആൻഡ് ക്യാൻ ഐ ആസ്ക് യു, വിൽ യു ബി മൈൻ ഫോർ എവർ? അവൻ പ്രപ്പോസ് ചെയ്തളിയാ. അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ വന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? പെട്ടെന്ന് ഉത്തരം പറയണം. അല്ല പിന്നെ കുറെ നേരമായി അവള്. ഒന്ന് പറയടി. യോജി, നീ ഇങ്ങനെ ഹീറ്റ് ആവുന്ന. ഞാൻ പറയാ, ഞാനൊന്ന് ശ്വാസം വിടട്ടെ. തൽക്കാലം നീ ഇന്ന് ഇത്ര ശ്വസിച്ചാ മതി. പറയടി, ഇല്ലെങ്കിൽ ചേച്ചി അന്ന് നോക്കത്തില്ല, തലയടിച്ച് പൊട്ടിക്കും ഞാൻ. കല്യാണം മുടക്കുന്നത് ഒരിക്കലും ഞാൻ എന്റെ പയ്യും ചെയ്യും വല്ലാതെ മിസ് ചെയ്തിരുന്നു. ഷീസ് ബാക്ക്. അങ്ങനെയൊക്കെ ചോദിച്ചാ യെസ്. അല്ല പിന്നെ യൂജിയോട് അവളുടെ മറ്റെടുത്ത വർത്താനം. അപ്പൊ എല്ലാരും കേട്ടാ റെഡി ആയിക്കോ. അല്ല യൂജിച്ചി, നമ്മളും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയണ്ടേ നമുക്ക്? എന്നാലല്ലേ ഒരു വെയിറ്റ് ഉള്ളൂ. അരുത് സരസു, അരുത്. അവക്ക് കള്ളം പറയുന്നവരെ ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അവക്ക് 2 പിള്ളേരായതിനു ശേഷം പറയാം. വേണ്ട സർസു, ഇനിയൊരു റിസ്ക് എടുക്കാൻ എനിക്കായ. യൂജി, നീയാണടി യഥാർത്ഥ അനിയത്തി. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം കെട്ട്, പിന്നെ കുട്ടി, പിന്നെ സത്യം പറയാം.
മനുവേ എങ്ങനെയുണ്ട് ഫുഡ്? ആ ഫുഡൊക്കെ പൊളിയല്ലേ എന്റെ ജീനി. പക്ഷെ ഉണ്ടല്ലോ ഈ ചില്ലി ചിക്കന്റെ പീസിന് ഇത്തിരി വലുപ്പം കൂടുതലല്ലേ എന്നൊരു സംശയം. ഓ, നീ ഇങ്ങനെ ചിക്കൻ പീസിന്റെ സൈസ് നോക്കി നടന്നു. അവന്മാർക്ക് അതാ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോകുന്നു. അവളോട് പോയി യെസ് വാങ്ങിച്ചിട്ട് അടുത്ത മാസം കെട്ടാൻ നോക്കും. ഓ, അടുത്ത മാസമാണ് ഞങ്ങളുടെ കെട്ട്. ഞാൻ എപ്പോഴോ യെസ് പറഞ്ഞു എന്റെ ജീനി. ജീനി ഹാപ്പി ആയില്ലേ? ഇപ്പൊ അവന്മാര് പൊളിക്കട്ടൊക്കെ ഒരു മാസം കഴിഞ്ഞാൽ ഞങ്ങളും തകർക്കും. എന്റെ സരസൂനിനക്ക് അന്നേ യെസ് പറഞ്ഞുവിടായിരുന്നോടി. എന്നാൽ നമുക്കും ഇപ്പൊ കെട്ടി അവന്മാരെ പോലെ ആകായിരുന്നു. എന്നാലും എന്റെ സരസൂ, ഞാനിപ്പോ എന്റെ വീട്ടിൽ പോണ്ടേ? ആ, അത് ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കായിരുന്നു. വീട്ടിൽ പോടാ എണീറ്റ്. യെസ് പറഞ്ഞാൽ മതിയായിരുന്നു. ആ, ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോൻ എണീറ്റ് വീട്ടിൽ പോകാൻ നോക്ക്. പിന്നെ എന്റെ സരസു, അവനെ ആ ഗേറ്റ് വരെ ഒന്ന് കൊണ്ടാക്കിയേക്ക്. പഴമ്പെങ്ങി കാര്യം മനസ്സിലായല്ലോ നിനക്ക്? ഓ എന്റെ യോജി, നീ എന്റെ ഷുട്ടുമണിയാണ്. ഷുട്ടുമണിക്ക് എന്താ ഇന്ന് ഉറക്കൊന്നുമില്ലേ? ചെല്ലെന്റെ യോജിയെ. എന്നാ വാ മനുവേട്ടാ, ഞാൻ കൊണ്ടാക്കി തരാം. വായോ. അല്ല സരസു, ഗേറ്റ് എത്തി. അവന്മാരൊക്കെ ദാ സദ്യ കഴിക്കാൻ പോകുന്നു. അപ്പൊ പിന്നെ എനിക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ടേ? വീണ്ടും സദ്യ കഴിക്കാൻ പോകുന്നു. എന്തൊരു കുടവേറെ അവന്മാരുടേത്. എനിക്കാണെങ്കിൽ അപ്പത്തിന്നത് ഇതുവരെ തേച്ചിട്ടില്ല. സരസു, നീ ബ്രെയിൻ അൽമാരയിട്ട് പൂട്ടിയിട്ടാണ് നടക്കുന്നേ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവന്മാരൊക്കെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കല്ലേ. എനിക്ക് എന്തേ കിട്ടിയാ ഞാനങ്ങ് പോകുമായിരുന്നു. നീ ഇപ്പൊ പോയിക്ക മനു, ഇവിടെ നിറയെ ആളുകളുള്ളത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണും. വെയിറ്റ് ചെയ്യണം. ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്, ബട്ട് ഞാൻ വെയിറ്റ് ചെയ്തേക്കാം. ഇവരിത് എന്ത് പറ്റി? നീ എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇതേ എന്നോടെങ്ങാനും ഒലിപ്പിക്കാൻ എന്റെ കുഞ്ഞിയ കോയിക്കാലുണ്ടല്ലോ, അത് രണ്ടും ഞാനങ്ങ് വെട്ടിയെടുക്കും. യോഞ്ചി, നിന്നോടെല്ലാം വേറെ ആരോട് ഒലിപ്പിക്കാനോടി? അയൽക്കത്തെ വീട്ടിലെ പെണ്ണിനോട് പോയി പറയാൻ പറ്റുമോ? നീയല്ലടി എന്റെ ഭാര്യ. ഞാനത് മറന്നു. എന്നാ പിന്നെ തുടങ്ങല്ലേ? ആ, ഇപ്പൊ ഞാനൊരു കാര്യം എടുത്ത. ഞാൻ എന്ന് കൊടുക്കുന്ന ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ടില്ല. ഞാനത് പോയി കുടിച്ചേച്ച് വരാം. ഈശ്വര, കയ്യും കാലും വിറക്കുന്നു. യോജിക്ക് നല്ല പേടിയുണ്ടല്ലേ യോജി? ഒന്നും പേടിക്കണ്ട. എന്നെ ഇത്ര കാലം കാത്തിരിപ്പിച്ചത് ഞാൻ വെറുതെ ആക്കില്ല. അപ്പോ തുടങ്ങല്ലേ യോജി? ശ്രുതി, നിനക്കെന്താ ഇന്ന് ഉറക്കൊന്നുമില്ല? ഫുള്ള് തീറ്റയാണല്ലോ. ഇല്ല എന്റെ ഏതേട്ടാ, എന്ത് നല്ല ഫുഡാ. ഞാനിത് ഇപ്പൊ അടുത്തൊന്നും കഴിച്ചു തീർന്ന് തോന്നില്ലേ. ഏതേട്ടൻ പോയി കിടന്നോ? നന്നായി കഴിച്ചോ, ഇല്ലെങ്കിൽ യു കാൺ ഹാൻഡിൽ മീ. അതെ, ഇങ്ങനെ ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കി നിൽക്കുന്നത് ഒട്ടും മാനേഴ്സും ചേർന്നതല്ല. വിശക്കുന്നുണ്ടെങ്കിൽ എടുത്ത് കഴിക്കണം മിസ്റ്റർ. ശ്രുതി, അന്ന് ഞാൻ നിന്നെ അറിയാതെ കിസ് ചെയ്തു. ഐ എം റിയലി റിയലി സോറി. ഓ, ഇറ്റ്സ് ഓക്കെ ഏതേട്ടാ, ഞാനതെല്ലാം ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, പോയി കിടന്നു. Now I'm feeling very hungry. Can I eat something? അതിനിപ്പോ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? ഹേതുവേട്ടന്റെ വീട് ഹേതുവേട്ടന് ഇഷ്ടമുള്ളത് കഴിച്ചോ. ഞാനിതല്ല ഉദ്ദേശിച്ചേ. I'm really sorry. ഞാൻ ഇതാ ഉദ്ദേശിച്ചത്. നീ പെർമിഷൻ തരുകയും ചെയ്തു. തയ്യ 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 തയ്യ